കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ, ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ, ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ. സന്തോഷമേ, ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ, ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ.
കരങ്ങൾ വീശി നമുക്കിരിക്കാം. ചില സമയത്ത് നമുക്ക് തോന്നുവേ എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന്. ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുകേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും, ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞേ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗം ഉണ്ടായിരുന്നു. ആരാണ്? ഫരിസീസ്.
കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞർ. അത് എല്ലാ ദിവസവും ഇവർ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് ആ സാബത്ത് ദിവസം ഗോതമ്പ് പറിച്ചതെന്നില്ലേ, കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ, ആ സമയത്ത് പരിസേര് പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകനാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്താ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവന് വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരൊക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്, ദേവാലയത്തിൽ പോയി കാശ. അപ്പോൾ ഈശോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, കണ്ടല്ലേ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഈ ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ് അതാണ് ഈശോ പറയണത്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്, ലീവ് ഇറ്റ് എസൈഡ്, അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അവർ അന്തരെ നയിക്കുന്ന അന്തൻ അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പം അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത് ഈ കാര്യത്തിൽ. ഈശോ യൂദാസിനോട് പറഞ്ഞില്ലേ, എന്താണ്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:24. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നിട്ടാണ് പറയണത്. അപ്പം നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്ത് രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. മത്തായി 26:24. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതായത് അതാണ് നമ്മളെന്താ ചെയ്യണത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസേന എന്ന് ഈശോ പറഞ്ഞത് എന്താണ്, ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്, ദിവസേന എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേന എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും. ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
അത് നമുക്ക് അത് വെളിപാടിന്റെ പുസ്തകം എടുത്തേ. വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ബേസിക് വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ, ഇൻ്റർവ്യൂവിനായാലും ശരി, കോടതിയിലായാലും ശരി, ഐ വിൽ കം വിത്ത് യു. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, തൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം, മറ്റുള്ള വ്യക്തികളെക്കാൾ വ്യത്യസ്തമായിരിക്കും. അതാണ് മോസസ് പറയണത്. മോസസ് എന്താ പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. എങ്ങനെയാണ് കൺവേർഷൻ സംഭവിക്കേണ്ടത്? മനസാന്തരപ്പെടുകണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും പാവം പറഞ്ഞിട്ട് കുമ്പസാരിക്കണതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സ് ഇണങ്ങിയ ആളായിട്ട് ഇങ്ങനെ മാറണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. അയാൾ തോന്നിയവാസിയായി ദാവീദ് എന്ന് പറഞ്ഞെങ്കിൽ ദാവീദിൻ്റെ ബയോഡേറ്റ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അയാൾ ഈശോയുടെ മനസ്സിന് ഇണങ്ങിയ ആളാണ്. ഇതിന് ആധ്യാത്മികതയുടെ ഒരു ബേസിക്കാണ് ഈ സാധനം. നമ്മുടെ പ്രശ്നം നമ്മുടെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങുക എന്നുള്ളതാണ്. അബദ്ധങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി, അപ്പോഴും പുള്ളി കണ്ണീരണിഞ്ഞു നിന്നിട്ട് പറയണത് അബദ്ധം പറ്റി, പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. കാര്യം നിൻ്റെ പരിപാവനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അപ്പോൾ ആ പ്രാർത്ഥന മാത്രം മതിയല്ല ഒരു മനുഷ്യരാശി പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി. ആ പറഞ്ഞ വാക്ക് ചങ്ക് പറഞ്ഞ് പറയണതാണ്. അത് തകർന്ന ഹൃദയം കർത്താവ് നിരസിക്കുകയില്ല. തകർന്നാണ് ഇരിക്കണത്. തകർന്നവൻ്റെ പ്രാർത്ഥനയാണത്. എന്താ പറയണത്? അബദ്ധം പറ്റി, പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിപാവനെ എടുത്ത് കളയരുത്. കാര്യം അബദ്ധം പറ്റി, പക്ഷെ അതിനേക്കാൾ വലുതായി ഞാൻ കരുതണത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി അനുദപിക്കുന്ന ഒരാളാണ് ദാവീദ്. അതാണ് നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളി. അപ്പം അനുതാപവും സാന്നിധ്യവും തമ്മിലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. For what we should repent? For the presence of God. എന്തിന് നീ അനുദപിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഞാൻ അനുദപിക്കേണ്ടത്. ഈ സാന്നിധ്യം now and then അല്ല. It's a continuous and frequent process. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോശസ് പറയും, we will be a different people. എന്തോ ഒരു വലിയ വായിലാണ് പറയണത്. എങ്ങാനും ഞങ്ങളുടെ കൂടെ നീ അണമറിയാത്ത സാന്നിധ്യമാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കൈയടിക്കിയുടെ ശ്രുതികളെ
വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വ മാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുടരേ സുഖമായി എന്റെ സദയം തുടരേ സുഖമായി. മൗനമായി പ്രാർത്ഥിക്കുക മക്കളെ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. ആശീർവാദം സ്വീകരിക്കാം. അമലയാമമ്മയൻ പുണ്യമല്ലേ, സ്നേഹത്തിൻ സാഗരത്തിരകളല്ലേ, നിത്യസഹായത്തിൻ വാതിലല്ലേ, ഒരു നാളുമണയാത്ത ദീപമല്ലേ, എന്നെ